10 അടിയിൽ കൂടുതൽ താഴ്ചയിലേക്കാണ് വീണിരിക്കുന്നത്. അത് തലയിടിച്ചു. അപ്പോൾ തന്നെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു, രക്തസ്രാവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ആംബുലൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇടപെട്ട് ഡോക്ടേഴ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ദൃക്സാക്ഷി കൂടിയാണ്. അദ്ദേഹം നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ് സുധീഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ DCC പ്രസിഡന്റ് അറിയിച്ചു എന്ന് പറയുന്ന കാര്യം നില മെച്ചപ്പെട്ടു എന്നാണ്, വലിയ ബുദ്ധിമുട്ടില്ല നിലവിൽ എന്നുള്ള കാര്യങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് അറിയുന്നതെന്നാണ് സുധീഷ്. അദ്ദേഹം ഈ അപകടം നേരിട്ട് കണ്ട ആളാണ്, ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ സഹായിച്ച ആളാണ്. അദ്ദേഹത്തിന് DCC പ്രസിഡന്റിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. ആശുപത്രിയിലുള്ള ഉമാ തോമസ് MLA നില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, ഈ അപകടം, അതിൽ സ്വാഭാവികമായിട്ടും പരിക്ക് ഉറപ്പാണ്. അതിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വലിയ ബുദ്ധിമുട്ടില്ല, മെച്ചപ്പെട്ടു അവസ്ഥയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ എന്താണ് അറിയുന്നത്? ഞാൻ ശരിക്കും ഒരു മെഡിസിൻ വാങ്ങാനായിട്ട് ഇവിടുന്ന സമയത്താണ് ഉമാ തോമസിനെ കൊണ്ടുവരുന്നത്. ആ നിലവിളിയൊക്കെ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഭാഗത്തും ഒക്കെ നല്ല മുറിവുണ്ട്, രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിന്റെ 1-2 പ്രവർത്തകരും ഈ സംഘാടകരുമാണ് കൂടെ വന്നത്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അവർ സർജറിയുടെ റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഉമാ തോമസ് ആക്ച്വലി ആ സമയത്ത് അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവിടെ CT സ്കാനിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. CT സ്കാനിന് വേണ്ടി അകത്തേക്ക് കയറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂറോ സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചെവിയുടെ ഭാഗത്തുള്ള മുറിവ് അല്പം വലിയൊരു മുറിവ് തന്നെയാണ് ഈ ഭാഗത്തായിട്ടും നെറ്റിയിലും മൂക്കിൻ്റെ ഈ പോർഷനായിട്ടുള്ളത്. എന്താണെങ്കിലും ഇവിടെ തന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് സംശയിക്കുന്നത്. എന്താണെങ്കിലും ന്യൂറോ സർജനും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. അതിൽ CT സ്കാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്റെ തീരുമാനത്തിലേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതെ. അല്ല, ഇവിടുത്തെ ന്യൂറോ സർജനും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂറോ സർജനും ഫിസിഷ്യനും എല്ലാവരും അകത്ത് തന്നെയുണ്ട്. പിന്നെ നേതാക്കളായിട്ട് ബെന്നി ബേനാനകത്തുണ്ട്, അതുപോലെ ദീപ്തി മെറുവർഗീസ് അകത്തുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും. ഞാൻ കാണുന്ന സമയത്ത് കോൺഷ്യസ് അല്ല. ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ മെഡിസിൻ മേടിക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന്റെ ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. എമർജൻസി എക്സിറ്റ് കൂടെയാണ് കൊണ്ടുപോകുന്നത്. അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാനിത് കാണുന്നത്. പെട്ടെന്നാണ് ഉമാ തോമസ് ആണെന്ന് പറയുന്നതും. ആ സമയത്ത് ആ സംഘാടകർ മാത്രമേ 3-4 പേര് കൂടെ ഉള്ളൂ. കോൺഗ്രസിന്റെ 1-2 പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉടൻ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്.